ഇന്ന് രാത്രിയിൽ വീണ്ടും ദൈവവചന പഠന ചിന്തയോടനുബന്ധിച്ച് നമുക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതിന്റെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനം പഠിക്കുന്നതിന് വേണ്ടി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കും. നിങ്ങളെല്ലാവരെയും ഇന്ന് രാത്രിയിലെ ബൈബിൾ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസന്മാരുണ്ട്, മറ്റു ദൈവമക്കളുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചില മാസങ്ങൾക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കർത്താവിന്റെ വചനം പഠിക്കുവാനായിട്ട് നമ്മൾ കടന്നു വന്നിരുന്നത്. ചില കാരണങ്ങളാൽ നമുക്ക് ആ ക്ലാസ്സുകൾ ഒരു ബ്രേക്ക് ഇടേണ്ടി വന്നു. വീണ്ടും നമ്മൾ അതിന് ശേഷം നമ്മുടെ സ്ഥിരമായിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് നമ്മൾ കടന്നു വരാൻ കർത്താവ് സഹായിക്കുന്നത്. അതുകൊണ്ട് വേഗത്തിൽ നമ്മൾ പഠിച്ചു വരുന്ന ഭാഗങ്ങളിൽ ഒന്ന് പഴയ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളിൽ ഒന്ന് വേഗത്തിലൊന്ന് പറഞ്ഞതിന് ശേഷം തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുക. നമ്മൾ പഠിക്കുന്ന ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഗിരിപ്രഭാഷണം എന്നുള്ളതാണ്. സർമൺ ഓൺ ദ മൗണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന പ്രധാന വിഷയം. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ, ഈ 3 അധ്യായങ്ങളെ ആസ്പദമാക്കിയാണ് സർമൺ ഓൺ ദ മൗണ്ട് ഗിരിപ്രഭാഷണം നമുക്ക് കാണാൻ കഴിയുന്നത്. 5-ാം അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിക്കുവാനിടയായിട്ടുള്ളത്. അതിൽ പ്രധാനമായും 21 മുതലുള്ള വാക്യങ്ങളാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുവാനിടയായത്. ആ ഭാഗത്തേക്ക് എന്റെ ശ്രദ്ധയെ ഇന്ന് രാത്രിയിലും വീണ്ടും തിരിക്കുന്ന ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. വളരെയധികം ശ്രദ്ധയോടെ, വളരെയധികം പ്രാർത്ഥനയോടെ തിരുവചനത്തെ ശ്രദ്ധിക്കുക. ആ ഭാഗങ്ങൾ നിങ്ങൾ ബൈബിൾ തുറന്നു വെക്കുക. നമ്മൾ ഒരുമിച്ച് ആ ഭാഗങ്ങൾ വായിക്കണം, ഒരുമിച്ച് ആ ഭാഗങ്ങൾ ചിന്തിക്കണം. ഇതൊരു ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ആ ഭാഗങ്ങളെ ചിന്തിച്ച് ധ്യാനിച്ച് സാവധാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഗിരിപ്രഭാഷണത്തിന്റെ താക്കോൽ വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം എന്ന് പറയുന്നത്. ഗിരിപ്രഭാഷണം തുടങ്ങിയ സമയത്ത് ഇപ്രകാരം വാക്യിക്കാൻ ഇടയായിത്തീർന്നു. 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ് ഗിരിപ്രഭാഷണത്തെ വ്യാഖ്യാനിക്കേണ്ടത്. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അപ്പോൾ ഗിരിപ്രഭാഷണത്തിന്റെ വ്യാഖ്യാനിക്കേണ്ട പശ്ചാത്തലം എന്ന് പറയുന്നത് 4-ാം അധ്യായം 17-ാം വാക്യത്തിലെ മാനസാന്തരം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി. ആ ഗിരിപ്രഭാഷണം ഇങ്ങനെ തുടങ്ങി വരുമ്പോൾ അതിന്റെ 5-ാം അധ്യായം 20-ാം വാക്യമാണ് അതിന്റെ കീ വേർഡ് അല്ലെങ്കിൽ കീ വേഴ്സസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ താക്കോൽ വാക്യം എന്ന് നമുക്ക് പറയുന്നതാണ്. ആ വാക്യം ഇങ്ങനെ പറയുന്നത്: നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ ഈ വാക്യത്തെ മുൻ ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചതാണ്. എങ്കിലും 21-ാം വാക്യത്തിലേക്ക് ഒന്ന് കടക്കുന്നതിന് വേണ്ടി വാക്യത്തെ ഒരു വാക്കും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ആ കാലഘട്ടത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിന്റെ വാക്ക് എന്ന് പറയുന്ന ഒരു വിപ്ലവകരമായ ഒരു വാക്കാണ്. ഒരു ഭയങ്കര വിപ്ലവകരമായ ഒരു വാക്കാണ്. അങ്ങനെ വിപ്ലവകരമായ ഒരു വാക്കാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം യഹൂദന്മാരുടെ ചിന്ത എന്ന് പറയുന്നത് ആരെങ്കിലും സ്വർഗത്തിൽ പോകാൻ യോഗ്യരാണ് എങ്കിൽ 2 കൂട്ടരെന്ന് പറഞ്ഞാൽ പരീക്ഷന്മാരും ശാസ്ത്രന്മാരും. ഇവർ സ്വർഗരാജ്യത്തിൽ പോയില്ലെങ്കിൽ മറ്റാരും എന്ത് ചെയ്യത്തില്ല, സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്യത്തില്ല. യേശു ക്രിസ്തു അവരെ നോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, പരീക്ഷന്മാരുടെയും ശാസ്ത്രന്മാരുടെയും നീതി നിങ്ങൾ കവിയുന്നില്ല, നിങ്ങളുടെ കിടക്കില്ല, സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്യില്ല, കിടക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഭയങ്കര വിപ്ലവകരമായ ഒരു റവല്യൂഷണറി സ്റ്റേറ്റ്മെന്റ് ആണ് യേശു ക്രിസ്തു എന്ത് ചെയ്ത് ചെയ്യുവാനായിട്ട് ഇടയായത്. ഇനി എന്തുകൊണ്ടാണ് യഹൂദന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം? പരീക്ഷന്മാരും ശാസ്ത്രന്മാരും സ്വർഗത്തിൽ പോകാൻ യോഗ്യരല്ല എങ്കിൽ മറ്റാരും പോകാൻ എന്തല്ല യോഗ്യരല്ല. അങ്ങനെ പറയാനുള്ള കാരണം എന്താ ഞാൻ വിവരിച്ചിട്ടുണ്ട്. എങ്കിലും വേഗത്തിൽ ഒറ്റ വാക്കിൽ പറയാം. പരീക്ഷ എന്ന വാക്കിന്റെ അർത്ഥം പോലും വേർതിരിക്കപ്പെട്ടതെന്ന പരീക്ഷ എന്ന വാക്കിന്റെ അർത്ഥം പോലും വേർതിരിക്കപ്പെട്ടതെന്ന പരീക്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
കർത്താവിന്റെ വചനത്തെ അല്ലെങ്കിൽ പ്രമാണത്തെ നന്നായി അറിയാവുന്നവനാണെന്ന് ആര് പറയുന്നത്? പരീശൻ എന്ന് പറയുന്നത്. പ്രമാണം നന്നായി അറിയാവുന്ന, ആ പ്രമാണത്തെ നന്നായി അറിയുക മാത്രമല്ല, രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പ്രമാണത്തെ അതേപടി എന്ത് ചെയ്യാൻ അനുസരിക്കുന്നവരാണ് പരീശന്മാരെന്ന് പറയുന്നത്. അപ്പൊ പ്രമാണം അറിയാവുന്നവർ, അറിയുന്ന പ്രമാണത്തെ അതേപടി അനുസരിക്കുന്നവർ. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായ പ്രാർത്ഥനാ ജീവിതമുള്ളവരാണ് ആര്? പരീശന്മാർ. ആ പ്രാർത്ഥനയുടെ സമയത്ത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യും? കർത്താവിനോട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അതുകൊണ്ട് ദൈവവചനത്തിൽ പോലും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണികളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ പരീശന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥനയുടെ സമയം വരുമ്പോൾ അത് പള്ളിയാണെങ്കിലും ശരി, തെരുക്കോണാണെങ്കിലും ശരി, കൃത്യമായി അവിടെ നിന്ന് കൈവർക്ക് എന്ത് ചെയ്യും? ഒരു നാമവും ഇല്ല. കൃത്യമായ എന്തുണ്ട്? പ്രാർത്ഥന ജീവിതമുള്ളവരാണ്. നാലാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആഴ്ചയിൽ 2 ദിവസം ഉപസിക്കുന്നവരാണ്. ആഴ്ചയിൽ കൃത്യമായി 2 ദിവസം ഉപസിക്കും എന്ന് പറഞ്ഞാൽ, ആ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ കാണുന്നത്, അവർ ഉപസിക്കുന്ന ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ച. ഇതൊന്നും മറന്നു പോകരുത്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ഈ തിങ്കളും വ്യാഴാഴ്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ചന്ത ദിവസമാണ്. നേരത്തെ ഓർപ്പിച്ചിട്ടുള്ളത് യഹൂദന്മാരുടെ ചന്ത ദിവസമാണ്. ഈ ദിവസത്തിൽ ഉപവാസത്തോടൊക്കെ വെളിയിലോട്ട് ഇറങ്ങി തരുമ്പോൾ 10 പേര് ചോദിക്കുക, എന്നാ മുഖമൊക്കെ ഇങ്ങനെ വാടിയൊക്കെ എന്ത് ചെയ്യുന്നത് ഇരിക്കുന്നത്? അപ്പോൾ പറയും, ഞാൻ എന്താ ഉപവാസമാണ്, ഞാൻ ഉപവാസം. അപ്പം ഉപവസിക്കുന്ന പോലെ മറ്റുള്ളവർ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? എന്തും ആയിക്കോട്ടെ, രണ്ടാമത്തെ കാര്യം. പക്ഷെ കൃത്യമായി എന്തുള്ളതാണ്? അപ്പൊ നോക്കിക്കേ, 1 പ്രമാണം നന്നായി അറിയാവുന്നവർ, 2 പ്രമാണത്തെ എന്ത് ചെയ്യുന്നവർ? അനുസരിക്കുന്നവർ, 3 പ്രാർത്ഥനാ ജീവിതം ഉള്ളവർ, 4 ഉപവാസമുള്ളത്, 5-ാമത്തെ കാര്യം കിട്ടുന്നതിലെല്ലാം കൊടുക്കുന്നവരാണ്. പതാരം എന്ത് ചെയ്യും? കിട്ടുന്നതിലെല്ലാം അവർ പതാരം ദൈവത്തിന് എന്ത് ചെയ്യും? കൊടുക്കുന്നവരാണ്. അപ്പം ഈ 5 കാര്യങ്ങളെ എടുത്ത് വെച്ച് നോക്കിയാൽ ഇത്രയും നല്ലൊരു ആത്മീയരായ വ്യക്തി വേറെ ആരും ഇന്ന് നോക്കി. നമ്മുടെ ഇടയിൽ വന്നൊരാളുണ്ടെങ്കിലും കൃത്യമായി വിശ്വസിക്കുന്നവർ, കൃത്യമായി പ്രാർത്ഥിക്കുന്നവർ, ദൈവവചനത്തെ അതുപോലെ അനുസരിക്കുന്നുണ്ട്. നമ്മൾ നോക്കിയിട്ട് പറയും, ആ അച്ഛനെ പോലെ അല്ലെങ്കിൽ അമ്മാമെ പോലെ ആത്മീയനായ വ്യക്തി വേറെ ആരുമില്ല. നമ്മൾ പറയും, ആ അച്ഛനോ അമ്മാമ്മ സ്വർഗത്തിൽ പോയില്ലെങ്കിൽ വേറെ ആരും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. ഇതേ ചിന്തയാണ് ആരുടെയിലും? യഹൂദന്മാരുടെയിലും. കാരണം ഇത്രയൊക്കെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഇവർ സ്വർഗത്തിൽ പോയില്ലെങ്കിൽ പിന്നെ വേറെ ആരാ സ്വർഗത്തിൽ പോകുന്നത്? അപ്പം ഒന്നാമത്തെ കാര്യം പരീക്ഷന്മാരില്ല. ആ പരീക്ഷന്മാരാണ് സ്വർഗത്തിൽ പോകാൻ ഏതെങ്കിലും തരത്തിൽ യോഗ്യതയുണ്ടെന്ന് ആര് വിശ്വസിച്ചു? യഹൂദന്മാരെന്ത് ചെയ്തു? വിശ്വസിച്ചു. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ശാസ്ത്രിമാരാണ്. ഈ ശാസ്ത്രിമാരെ ആ കാലഘട്ടങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്, അത് പ്രധാനപ്പെട്ട അവരുടെ ജോലി എന്ന് തന്നെ പറയുന്നത്, ഈ പ്രമാണങ്ങളെ ഒരു തുകിലിൽ നിന്ന് മറ്റു തുകിലേക്ക് എന്ത് ചെയ്യുക? എഴുതുന്നവരാണ്. ഇതിങ്ങനെ എഴുതി 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 ഇത് മൊത്തം ഇവരുടെ തലയ്ക്കകത്തെന്താ നന്നായി കാണാതെ അറിയാവുന്നവരാരെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരെ വിളിക്കുന്നത് ലോയേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ലോയറിന്റെ ജോലി നമുക്കറിയാം, വക്കീലല്ല. വക്കീലിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നന്നായി ആർക്കറിയാം. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ സകല നിയമങ്ങളും അറിയാവുന്നവരാര്? ശാസ്ത്രിമാരെന്ന് പറയുന്നത്. ഇവരെ നമുക്ക് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ നല്ല ബൈബിൾ ടീച്ചേഴ്സാ. എന്ന് പറഞ്ഞാൽ ഏത് ചോദ്യം ചോദിച്ചാലും കൃത്യമായി എന്ത് ചെയ്യാൻ കഴിയും? ഉത്തരം പറയാൻ കഴിയുന്നവരാണ് ആരെന്ന് പറയുന്നത്. അപ്പൊ ഇവരാരും കുറഞ്ഞവരൊന്നും അല്ല, ഇവരാരും കുറഞ്ഞവരല്ല. എസ്രാ ശാസ്ത്രിയെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ശാസ്ത്രിയായിരുന്നു. അപ്പോൾ ഈ ശാസ്ത്രിയിൽ പരീശനും സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് കർത്താവ് എന്ത് ചെയ്യുക? അതിന്റെ അർത്ഥം യേശുക്രിസ്തു പരീശന്മാർക്കെതിരെയോ ശാസ്ത്രിമാർക്കെതിരെ അല്ല. യേശുക്രിസ്തു ഇവിടെ ശാസിക്കുന്നവരുടെ മനോഭാവത്തെ, യേശുക്രിസ്തു ഇവിടെ ശാസിക്കുന്നവരുടെ മനോഭാവത്തെ. അവിടെ കർത്താവ് പറയുക, നിങ്ങളുടെ നീതി എന്ത് ചെയ്യണം? ആരുടെ നീതിയെ കവിയണം? പരീശന്മാരുടെ നീതി എന്ത് ചെയ്യണം? ഇതിനെ നിങ്ങൾക്ക് കവിയാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ കിടക്കില്ല. ആരോടാ പറയുന്നത്?
ശിഷ്യന്മാരെന്ത് ചെയ്യുക? നമ്മളവിടെ കിടക്കിയില്ല. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ടിക്കറ്റും വിസ എടുത്തുകൊണ്ടിരുന്നാൽ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കണമെന്നില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അടുത്ത നമ്മുടെ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് എവിടെ കിടക്കുന്ന സ്വർഗ്ഗരാജ്യത്തിൽ. എന്താ നീതി എന്ന വാക്ക്? ഈ പശ്ചാത്തലത്തിൽ നീതി എന്ന വാക്കിന്റെ അർത്ഥം വോക്ക് അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ ലോ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എന്ത് ചെയ്യുക? നടക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നടക്കുമ്പോൾ ആരുടെ നീതിയെ കവിയണം? പരീക്ഷന്മാരുടെ, ശാസ്ത്രിമാരുടെ നീതി എന്ത് ചെയ്യണം? കവിയുന്നില്ല എങ്കിൽ നമ്മൾ അവിടെ കിടക്കിയില്ല. അപ്പൊ ഈ നീതിയെ കവിയണം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രമാണങ്ങളെല്ലാം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, നിയമങ്ങളെല്ലാം എടുത്ത് പഠിച്ചു നോക്കിയാൽ ഏകദേശം 613 നിയമങ്ങൾ അവിടെ കാണാൻ കഴിയും. നമുക്ക് പഴയ നിയമത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? 613 നിയമം. ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയാം? ഈ നിയമങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുന്നവരാണ്? അനുസരിക്കുന്നവരാ. ഒരു നിയമത്തിന് അവരെന്ത് ചെയ്യാറില്ല. നിങ്ങളിനി മാനുഷ്യമായി ചിന്തിച്ചു കഴിഞ്ഞു, ഈ കർത്താവ് പറഞ്ഞ നിയമങ്ങൾ മൊത്തം അനുസരിക്കുന്നവർ എവിടെ പോകണം? അതല്ലേ എന്റെ കാര്യം. പക്ഷെ ഇവിടെ ഏറ്റവും ഭയങ്കരം ആ നിയമം അനുസരിക്കുന്നത് മാത്രമല്ല, അതനുസരിക്കുന്നതിനുള്ള പുറകിലുള്ള മനോഭാവം വലുതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ 613 നിയമങ്ങൾ ആരനുസരിക്കുന്നവരാണ്? ഈ പരീക്ഷന്മാരും. അപ്പൊ നമ്മോട് പറയുക അവരുടെ നീതിയെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ അർത്ഥം എന്താ? നമ്മൾ 614 അനുസരിക്കണമെന്നാണോ? അല്ല, കവിയുണ്ട്. നമ്മളിതിനെ കവിയുണ്ട്. അവർ 613 അനുസരിക്കുന്നുണ്ടല്ലോ. അപ്പൊ 613 അനുസരിക്കുമ്പോൾ നമ്മൾ ആ 14, 15 ഒക്കെ അനുസരിക്കണമെന്നല്ലേ? കവിയണ്ടേ? കവിഞ്ഞാലല്ലേ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കാൻ പറ്റുന്നുള്ളൂ. ആ വാക്ക് അർത്ഥമാക്കുന്ന അതല്ല. അവിടെ ആ പദം കവിക എന്നുള്ള പദം വളരെ പ്രധാനപ്പെട്ട. അത് മനസ്സിലാക്കാൻ ഞാൻ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞൊരു ഉപമ പോലത്തെ ഒരു രൂപാ അലങ്കാരമായ ഒരു പദം ഞാൻ പറഞ്ഞായിരുന്നു. ഒരു നദിയിലൂടെ സാധാരണ വെള്ളം എന്ത് ചെയ്യും? ഒഴുകുക. സാധാരണ സമയങ്ങളിൽ നദിക്കകത്ത് വെള്ളം ഒഴുകും. ആ നദിക്കകത്ത് ആ വെള്ളം ഒഴുകുമ്പോൾ സാധാരണ സമയങ്ങളിൽ ആ വെള്ളത്തെ ഉൾക്കൊള്ളാൻ എന്തിനു കഴിയും? നദിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ മഴക്കാലം വരുമ്പോൾ സംഭവിക്കുന്നത് നദി എന്ത് ചെയ്യുന്നു? ഈ കവിഞ്ഞൊഴുകുന്ന വെള്ളം ഈ നദിക്കകത്തു നിന്ന് ഇങ്ങോട്ട് പോകുന്നത് പുറത്തേക്ക് എന്ത് ചെയ്യുന്നു? അതേ ഒരു അർത്ഥത്തിലുള്ള കർത്താവ് പറയുന്നത്, നിങ്ങളുടെ നീതി എവിടെ നിന്നാണ് വരേണ്ടത്? ഹൃദയത്തിന്റെ അകത്തു എന്ത് ചെയ്യേണ്ടത്? അവൻ പരീക്ഷന്മാർ ചെയ്യുന്ന അങ്ങനൊന്നല്ലായിരുന്നു. അല്ല, അതുകൊണ്ട് നമ്മൾ 6-ാം അധ്യായത്തിൽ പറഞ്ഞത്, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പള്ളികളിലാണെങ്കിൽ ശരി, ടെലിഫോൺ ചാർജിൽ നിന്നെന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അപ്പൊ മറ്റുള്ളവർ നോക്കുമ്പോൾ അയ്യോ എന്ത് നല്ല പ്രാർത്ഥന കണ്ടില്ലേ? ഒരു മടിയില്ല, ഒരു നാണമില്ല, കൃത്യമായ സമയത്ത് എന്ത് ചെയ്യുക? തിങ്കളാഴ്ച, വ്യാഴാഴ്ച ഉപവാസം എടുത്ത് മുഖമൊക്കെ മാനമായിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താ? ഞങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ട്, ഇതിന്റെയൊക്കെ പുറകിൽ ഒറ്റ ഉദ്ദേശമുള്ളൂ, ഹൃദയത്തിന്റെ അകത്തുനിന്നൊന്നും വരുന്നൊന്നുമല്ല. പിന്നെ എന്തുവാ? മറ്റുള്ളവരെ എന്ത് ചെയ്യണം? എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ മറ്റുള്ളവരുടെ ആത്മീകരാണെന്ന് എന്ത് ചെയ്യണം? ഇതാ കപടഭക്തി. കർത്താവ് ഈ കപടഭക്തി എന്ത് ചെയ്തത്? ശാസിച്ചത്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ പല തവണ യേശു പറയുക, പരീക്ഷന്മാർക്ക്, കപടഭക്തിക്കാർ അയ്യോ കഷ്ടം എന്നുള്ളത്. ആ കഷ്ടം വെള്ളതേച്ച പറയാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ശവക്കലരുടെ പുറമേ നോക്കിയ നല്ല മാർഗം. ഇന്നത്തെ കുറച്ചും കൂടെ ടെക്നോളജി വന്നപ്പോൾ കുറച്ചും കൂടെ ഒക്കെ കാണാൻ ഭംഗിയാക്കി. നല്ല കാര്യമാണ്. പക്ഷെ തുറക്കരുത്. തുറന്നാൽ ദുർഗതി. ഇതിനാണ് പരിശുദ്ധ പറയുന്നത്, നിങ്ങളെ കപടഭക്തിയാ.
പുറമെ എല്ലാം ഭയങ്കര ആത്മീയമാണ്. ഞാനൊന്നും കൂടെ ചേർത്ത് പറഞ്ഞ ദൈവത്തിന്റെ അടുത്ത് പ്രസംഗിക്കുന്നതിന് മുൻപിൽ കയറി പ്രസംഗിക്കുന്നതിന് ഒരു മടി, പക്ഷെ ജീവിതത്തിൽ വരുമ്പോൾ ഒരു സഹോദരനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞൊരു കാര്യം വരുന്ന അല്ലേ, ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇതൊക്കെ ഏതിനകത്താ? ഹൃദയത്തിനകത്തുനിന്നും കഥ പറയുക. അങ്ങനൊരു നീതി നിങ്ങൾക്കില്ല എങ്കിൽ എവിടെ കിടക്കില്ല? സ്വർഗരാജ്യത്തിൽ. ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ടെലിഫോണുകളിലും പരസ്യവേദികളിലും ഒക്കെ ദൈവദാസന്മാർ വചനം പ്രസംഗിക്കുമ്പോൾ അവരോട് മൊത്തം ദേഷ്യമാണ്. നല്ല മാർഗം പറഞ്ഞു കൊടുക്കുന്നതിന് മൊത്തം ഇതാരെ കൊല്ലാൻ പഠിപ്പിക്കുന്നില്ല, ഇതാരെയും കത്തിയെടുക്കാൻ പഠിപ്പിക്കുന്നില്ല, ഇതാരെയും കഞ്ചാവ് എടുക്കാൻ പഠിപ്പിക്കുന്നില്ല. ഇത് പഠിപ്പിക്കുന്ന ഒറ്റ മാർഗം സമാധാനത്തിന്റെ സന്തോഷത്തിന്റെയും നല്ല മാർഗം പഠിപ്പിക്കുന്നത്. ദുർഗുണങ്ങളെല്ലാം വിട്ടു പോണേ നമ്മൾ എന്ത് ചെയ്യുന്നത്. പക്ഷെ അത് പറയുന്നവരുടെ എന്താ ഇനി നോക്കണം. ആത്മീയ ലോകത്തിൽ ഇത് തന്നെ സംഭവിക്കുന്നത്. ആത്മീയ ലോകത്തിൽ സംഭവിക്കുന്നത് നേരെ പോകുന്നവൻ അറിയാൻ കഴിയത്തില്ല, ജീവിക്കാൻ കഴിയാത്ത, ഹൃദയശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുന്നവർ ജീവിക്കാൻ കഴിയാത്ത ആത്മീയ ലോകം മാറുക. ഇവിടെ കർത്താവ് പറയുക, പരീക്ഷന്റെ നീതി എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാനാണ്. മറ്റുള്ളവർ അവനെ കുറിച്ച് പറയണം ഞാൻ യഥാർത്ഥ ആത്മീയനാണെന്ന് എന്ത് ചെയ്യണം. പക്ഷെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എന്തില്ല, ഒരു ബന്ധവും. അവിടെ കർത്താവ് പറയുന്നത് നിങ്ങളുടെ നീതി ഹൃദയത്തിന്റെ അകത്തു എന്ത് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു നീതി ഉണ്ടാകുന്നില്ല എങ്കിൽ എവിടെ പോകുകയില്ല, സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്യില്ല. ഇത്രയൊക്കെ ആത്മീയരായി നിൽക്കുന്ന പരീക്ഷന്മാരെ കർത്താവ് വിളിച്ചത് കപടഭക്തിയെന്ന. കാരണം കർത്താവുടെ ഹൃദയത്തെയാണ്. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വാഴ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. ഒരു സ്തോത്രം പറയുന്ന സ്തോത്രമായി മാറരുത്. ഒറ്റ സ്തോത്രം പറഞ്ഞുള്ളെങ്കിൽ അത് ഹൃദയത്തിന്റെ അകത്തു എന്ത് ചെയ്യണം. കർത്താവ് അവിടെ പ്രസാദിക്കുന്നത്, അവിടെ പ്രസാദിക്കുന്നത്. അതുകൊണ്ട് പരപ്രയത്ന മുഖാന്തരം നമ്മളൊരു സ്തോത്രം പറഞ്ഞാൽ അതിനകത്ത് വില ഉണ്ടാവുകയില്ല. പക്ഷെ അകത്ത് ഹൃദയത്തിന്റെ അകത്തു സ്വർണം വന്നാൽ അവിടെ കർത്താവിന്റെ നീതി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. അപ്പോൾ ഈ വാക്യത്തിൽ യേശു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അവരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ എവിടെ കിടക്കുകയില്ല. അപ്പൊ കപടഭക്തിയും കൊണ്ട് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയാൽ സ്വർഗ്ഗത്തിൽ പോവോ? രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, ഇത് രണ്ടും ചെയ്തത്. പക്ഷെ കപടഭക്തിയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമുക്കുണ്ടാകും. ആ ഒരു ചിന്ത നമ്മുടെ ഓരോ നിമിഷവും ഒരു പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മുടെയൊക്കെ ഭയമൊക്കെ പോയതുപോലെ എന്തും കാണിക്കാൻ ഒരു മടി. കർത്താവ് വരും എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മുതലും ന്യായവിധി എന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്കൊരു സ്വർഗ്ഗരാജ്യത്തിൽ കടക്കത്തില്ലെന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു അപ്പോഴും ചെയ്യുന്ന അങ്ങനൊന്നും പഠിപ്പിക്കില്ല, അതൊന്നും പറയില്ല. കർത്താവ് ദയാലുവായ തീരുവാണ്. കർത്താവ് ആ ദയ കാണിച്ചുകൊണ്ട് ഇതിനകത്ത് വന്നത്. ഇതിനകത്ത് വന്നാൽ ദൈവത്തിന്റെ പ്രമാണം ചെയ്യണം. അതനുസരിച്ച് നമ്മളോടുള്ള ദയാണ് നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നത്. ഇത്രയും പേര് കൂടിയത് നിർവചനം കേൾക്കുന്നത്. ആ ദയ കർത്താവ് എന്ത് ചെയ്തു? നമ്മളോട് എന്ത് ചെയ്തു? ചെയ്തു. ഏറ്റവും വലിയ ദയ, ഏറ്റവും വലിയ, അതിനപ്പുറത്തോട്ടൊരു കാര്യം ഇല്ല. നമ്മെ രക്ഷിച്ചതാണ് ഏറ്റവും വലിയ. ഞാനിവിടെ കഴിഞ്ഞ ദിവസം നിമേഷം നടത്തുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞത്, എന്റെ ജീവൻ ഒരാളെ രക്ഷിച്ചാൽ ഞാൻ അദ്ദേഹത്തോട് എന്ന് എന്താവും? അത് അദ്ദേഹം എന്നോട് കാണിച്ചത് ദയയാണ്. ആ ദയ നമ്മൾ അനുഭവിച്ചു. പക്ഷെ ആ ദയ കൊണ്ട് നമുക്ക് ഓടാനുള്ള ലൈസൻസ് കിട്ടിയപ്പോൾ എങ്ങനെ ഓടാൻ മാർഗമില്ല. പ്രമാണം എന്ത് ചെയ്യണം? അതാണ് തിരുപ്രഭാഷണത്തിലെ കീ വേഴ്സ് പറയുന്നത്.
നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല നിങ്ങളുടെ ഇടയ്ക്കില്ല. ഇനി ആ വാക്യത്തെ കഥ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല കേട്ടോ. ആ വാക്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, വിവരിക്കാൻ വേണ്ടി 21 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് 6 കാര്യങ്ങൾ തെളിയിക്കുക. 6 കാര്യങ്ങളുടെ കഥ തെളിയിക്കുക. 21 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ 6 കാര്യങ്ങളുടെ ഏത് വാക്യത്തിൽ തെളിയിക്കുന്നത്? 5-ാമത് 20-ാം വാക്യം. നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെ ശാസ്ത്രങ്ങളുടെ നീതി കമ്മ്യൂണിറ്റിയുടെ കഴിയില്ല. ഏതൊക്കെയാണ് ഈ 6 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന കുലപാതകൻ എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞ കുല എന്ത് ചെയ്യരുത്, ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം, കുല എന്ത് ചെയ്യരുത്, ചെയ്യരുത്. 2, 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് വ്യഭിചാരം ചെയ്യരുത്. 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് വ്യഭിചാരം ചെയ്യരുത്. 31, 32 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഉപേക്ഷണപത്രത്തെ കർത്താവ് എന്ത് ചെയ്യുന്നു, വെറുക്കുന്നു, അല്ലെങ്കിൽ ഡിവോഴ്സ് പാടില്ല. അതാണ് നമുക്ക് 31, 32 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്തത് 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് കള്ളസത്യം ചെയ്യരുത്. കള്ളസത്യം ചെയ്യരുത്. 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ കള്ളസത്യം ചെയ്യരുത്. 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് പ്രതികാരം ചെയ്യരുത്. പ്രതികാരം ചെയ്യരുത്. 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് ശത്രുക്കളെ സ്നേഹിക്കണം. ശത്രുക്കളെ സ്നേഹിക്കണം. ഞാൻ ഒന്നുകൂടെ ആ വാക്യ ഭേദങ്ങളൊന്ന് പറയാം. 21 മുതൽ 26 വരെ കുല ചെയ്യരുത്. 2, 27 മുതൽ 30 വരെ വ്യഭിചാരം ചെയ്യരുത്. 30, 31 വാക്യങ്ങളിൽ ഡിവോഴ്സ് പാടില്ല എന്നുള്ള കർത്താവ് പറയുന്നു. 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ കള്ളസത്യം ചെയ്യരുത്. 38 മുതൽ 42 വരെ വാക്യങ്ങളിൽ പ്രതികാരം ചെയ്യരുത്. 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ ശത്രുക്കളെ എന്ത് ചെയ്യണം, സ്നേഹിക്കണം. ഈ 6 കാര്യങ്ങളിലൂടെ കർത്താവ് ഏത് വാക്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? 20-ാമത്തെ വാക്യത്തെ എന്ത് ചെയ്യുന്നത്? ആ വാക്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ 6 കാര്യങ്ങളെ കർത്താവ് ഇവിടെ പറഞ്ഞു. ഈ 6 കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ അല്പമായി ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച് അവസാനിപ്പിക്കുന്നത്. ആ കഴിഞ്ഞ ക്ലാസ് ഞാൻ ഇന്നും ഓർക്കുന്നു. ആ ക്ലാസ്സിൽ നമ്മൾ അതിന് ചിന്തിക്കുകയൊക്കെ ചെയ്തത് ഞാൻ ഇന്നും ഓർക്കുന്നു. അപ്പൊ 21-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ അവിടെ വരെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് പോകാം. 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളിച്ചെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂട എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു. ഒന്നാമത്തെ കാര്യം കർത്താവ് പറയുന്നത് കുല എന്ത് ചെയ്യരുത്. 10 കൽപ്പനകൾ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 10 കൽപ്പനകൾ നമ്മൾ കാണുന്നത്. ആ 10 കൽപ്പനകളിലെ 6-ാമത്തെ കൽപ്പനയാണ് എന്ത് ചെയ്യരുത്, കുല എന്ത് ചെയ്യരുത്, ചെയ്യരുത്. അപ്പോൾ കുല ചെയ്യരുത് എന്നുള്ള പ്രമാണം ആർക്ക് നന്നായി അറിയാം? പരീക്ഷന്മാർക്കും അല്ലെങ്കിൽ യഹൂദന്മാർക്കും മുഴുവൻ അറിയാം. തന്നെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്ത് ചെയ്യരുത്. അവിടെ കുല എന്ന് പറയുന്നത് നമുക്കറിയാം, ആയുധം കൊണ്ടോ മറ്റേതെങ്കിലും രീതികൾ കൊണ്ടോ ഒരു മനുഷ്യനെ എന്ത് ചെയ്യാം, കൊല്ലുന്ന പ്രവൃത്തിയാണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ
ആ പ്രവൃത്തി ചെയ്തെങ്കിൽ മാത്രമേ എന്താകുള്ളൂ, കൊലപാതകം എന്ത് ചെയ്യുള്ളൂ, ആകില്ല. അപ്പോൾ കൊല ചെയ്യരുത് എന്നുള്ള പ്രമാണത്തെ പറ്റി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ട്. കർത്താവ് പറയുക, ഇത് ആരുടെ നീതിയാണ്? അവർക്കറിയാവുന്ന ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിന്റെ നീതിയിൽ അവരെന്ത് ചെയ്യുക? പക്ഷെ കർത്താവ് പറയും, ഞാനോ നിങ്ങളോട് പറയുന്നത്, അടുത്ത വാക്യം നോക്കിക്കേ, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് എന്ത് ചെയ്യും? യോഗ്യനാണ്. അപ്പോൾ കർത്താവ് പറയുക, ആ പ്രവൃത്തിയെ കുറിച്ച് നിങ്ങൾക്കറിയാം, അത് ചെയ്താൽ എന്താത്തുള്ളൂ, കൊലപാതകമാകുമെന്ന് നിങ്ങൾക്കറിയാം, അത് ചെയ്യരുത് നിങ്ങൾക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യേണ്ട, മറിച്ച് സഹോദരനോട് കോപിച്ചാൽ എന്ത് ചെയ്തു? നിങ്ങൾ എന്ത് ചെയ്തു? കുല. അപ്പൊ നമ്മൾ ആ പദം ഒന്ന് മനസ്സിലാക്കണം. എന്താണ് ഈ കോപം എന്ന വാക്കും കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിനെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഞാനതിനെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ ഇങ്ങനെ പറയാം. ഒരു മനുഷ്യനെ കൊലയിലേക്ക് നയിക്കുന്നത് അവന്റെ ഉള്ളിൽ എന്താ? കോപം. അവന്റെ ഉള്ളില്. അപ്പൊ പഴയ നിയമത്തിലെ ന്യായപ്രമാണം അനുസരിച്ച് ആ കോപത്തെ അല്ല എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്, മറിച്ച് അവൻ ആ കൊലപാതകം ചെയ്തെങ്കിൽ മാത്രമേ എന്താകുള്ളൂ. പക്ഷെ കർത്താവ് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പുതിയ കഥ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നിന്നെ ആ കൊലപാതകത്തിലെ നയിക്കുന്ന എന്താ? നിന്റെ ഹൃദയത്തിനകത്തെ ദേഷ്യമോ, കോപമോ? അപ്പൊ ആദ്യം നീ ഏതായിട്ട് കളയേണ്ടത്? ഇതെന്ത് ചെയ്യണം? കാരണം 5-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ പറഞ്ഞ നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെയും ശാസ്ത്രന്മാരുടെ നീതിയെ എവിടുന്നാ? കവി എന്ന വാക്കിനർത്ഥം അകത്ത്, ഹൃദയത്തിൽ നിന്നാ. അപ്പോൾ കഥയാണ് പഠിപ്പിക്കുന്നത്, ഈ കൊലപാതകത്തിലേക്ക് നിങ്ങളെ നയിച്ചത് നിങ്ങളുടെ അകത്തിരിക്കുന്ന എന്താ? നിങ്ങളുടെ അകത്തിരിക്കുന്ന. അപ്പൊ ആദ്യം എന്താ മാറ്റേണ്ടത്? ഇനി ആ വാക്കിനെ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ കോപം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇതിന്റെ മൂലഭാഷയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ പല പദങ്ങളുണ്ട്. അതിന് ആ അർത്ഥത്തിനും ആ വാക്കിന് പല അർത്ഥമുണ്ട്. നമുക്ക് തന്നെ ദേഷ്യം എന്ന് പറയാം, രോഷം എന്ന് പറയാം, ശക്തമായ അനിഷ്ടം, ശത്രുതം എന്നുള്ള പദങ്ങളൊക്കെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അതിൽ ഏറ്റവും നന്നായി ആ പദത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത്, ഒരാളുടെ ഉള്ളിൽ തോന്നുന്ന ദേഷ്യം അത് ഉള്ളിൽ കൊണ്ട് നടന്ന് നമ്മൾ താലോലിച്ചു കൊണ്ട് നടക്കുന്ന കോപത്തെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കോപം എന്ന് പറയുന്നത് ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ, ഒരാളുടെ നമുക്കൊരു ദേഷ്യം ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഉണ്ടാകും, അത് നമ്മൾ ഉള്ളിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ താലോലിച്ച്, ഒന്നും കൂടെ പറഞ്ഞാൽ സെറ്റിൽഡ് ആയതോ, ഇതകത്തുനിന്ന് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അവസരം കിട്ടുമ്പോഴെല്ലാം എന്ത് ചെയ്യുക, കാരണം ഇതകത്തുനിന്ന് എന്ത് ചെയ്യുന്നില്ല, ഈ ഈർഷ്യ എന്ത് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കോപം ഉണ്ട് എങ്കിൽ നീ എന്ത് ചെയ്യുന്ന, ഞാൻ അതിനെ ഒന്നും കൂടെ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പിൽ പറഞ്ഞാൽ, കോപിച്ചാൽ അറിയാതെ ചേർന്ന് പറഞ്ഞേ, പാപം ചെയ്യാതിരുവാൻ ചെയ്യാതിരിക്കണം. കോപിച്ചാൽ എന്ത് ചെയ്യരുത്? അവൻ നമ്മളൊക്കെ കോപിക്കും. നമ്മളൊക്കെ ദേഷ്യപ്പെടാറുണ്ടല്ലേ? ഒരുപക്ഷെ ദേഷ്യപ്പെടും, അടുത്ത നിമിഷം പറഞ്ഞെന്ത് ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ച് അല്ല ഇവിടെ പറയുന്നത്. ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നത്തിന്റെ പേരിൽ ഇതവിടെ കിടക്കുക, ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞ പകയായിട്ട് എന്ത് ചെയ്യുക, അതിനെ വെച്ചോണ്ട് എന്ത് ചെയ്യുക, പിന്നീട് പ്രവർത്തിക്കുന്ന മൊത്തം ഇതിന്റെ വയസ്സിലാണ്. കത്തിയോട് കുത്തിയില്ലെന്നേ ഉള്ളൂ, കിട്ടുന്ന അവസരം മൊത്തം എന്ത് ചെയ്യുക. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കി? നിങ്ങൾ കത്തി കൊണ്ട് എന്ത് ചെയ്യുന്നില്ല,
പക്ഷെ കിട്ടുന്ന അവസരം മൊത്തം പുള്ളി എങ്ങനെ അഴുതാക്കാം, അവിടെ എല്ലാം ചെയ്യുക. കൊലപാതകമായോ? ആയി. ഞാൻ ചിന്തിക്കാറുണ്ട്, മറ്റേതിൽ ഒറ്റ കുത്തിനകം തീരും. ഇതോ അവിടെ കൊണ്ട് ആ ദേഷ്യം എന്ന് ഇതോ ഇത് പറ്റോടെ ഇതിനകത്തോണ്ടിരിക്കുന്നു. ഇതിനകമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഈ സഭയ്ക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നത് ആത്മീയ ലോകത്തിന്റെ കാര്യം. ഇത് പറ്റുള്ള പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യുന്നു? ഇത് വെച്ച് ആരാധിക്കുന്നേ. പിന്നെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നേ, പിന്നെ ദൈവസാന്നിധ്യം ഇറങ്ങുന്നേ. ഇങ്ങനെയൊക്കെ ദൈവസാന്നിധ്യം ഇറങ്ങാതെ വരുമ്പോഴാണ് നമ്മൾ പല ട്രിക്കുകൾ എന്ത് ചെയ്യുന്നത്. ഇവിടെ കർത്താവ് പറയുക, നിങ്ങൾ സഹോദരനോട് കോപിക്കുന്നവനെല്ലാം എന്ത് ചെയ്ത്, കോപിച്ചാൽ ഞാനോ നിങ്ങൾ പറയുന്ന സഹോദരനോട് കോപിക്കുന്നവനെല്ലാം എന്ത് ചെയ്യാം. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ചേരുന്ന അല്ലാതെ ഞാൻ പറഞ്ഞു ഉടനെ പിന്നെ അവനെ എന്ത് ചെയ്യാം, മനസ്സിലെന്ത് ചെയ്യാം. ഇത് വെച്ചോണ്ട് ഈ സെറ്റിൽഡായ കോപത്തെ വിളിക്കുന്ന പേര് കർത്താവ് എന്ന് പറയും. ഇത് നിങ്ങളുടെ അകത്തൊന്ന് പോയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന, നിങ്ങൾ എന്ത് ചെയ്തു. കർത്താവ് പറയുക, അങ്ങനെ ചെയ്താൽ നിങ്ങൾ എവിടെ കിടക്കില്ല. അങ്ങനല്ലേ 5-20 പറഞ്ഞത്. നിങ്ങളുടെ നീതി അവരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ എവിടെ കിടക്കില്ല. ഇതിനകത്ത് കേൾക്കുന്ന ദൈവമക്കൾ, ലൈവിനകത്ത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഓർക്കേണ്ട ഒരു കാര്യം, സെറ്റിലായ കോപത്തിൽ ആരോടെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇന്ന് രാത്രി ക്ഷമ ചോദിക്കാനുള്ള സമയമാണ്. കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഗ്യാരണ്ടി. അവിടെ കർത്താവ് പറയുക, സഹോദരനോട് കോപിക്കുന്നതിനെല്ലാം ന്യായവിധിക്കതി. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്തു? ഞാൻ അതിനെ ഏറ്റവും എക്സാമ്പിൾ നന്നായി പറയാറുണ്ട്. രണ്ടുപേര് തമ്മിൽ പ്രശ്നമുണ്ടായി. സിമ്പിളായ എക്സാമ്പിൾ ആണ്, സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടി. രണ്ടുപേരും പ്രശ്നമുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയൊക്കെ എന്ത് ചെയ്തു, നമ്മുടെ ഭാഷയെ പറഞ്ഞു വന്ന് കൈയൊക്കെ കൊടുത്ത് കെട്ടി പിടിച്ച് ചുമ്മനൊക്കെ ചെയ്ത് എല്ലാ പ്രശ്നം എന്ത് ചെയ്തു. 2 വർഷം കഴിയുമ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അടുത്ത നീ അന്നേ എന്നോട്, നീ പണ്ട് എന്നോട് അപ്പൊ അതിന്റെ അർത്ഥം അന്ന് ക്ഷമിച്ചോ. സത്യം പറഞ്ഞ എന്നാ ചെയ്തത്? ഈ പല്ലെടുക്കാൻ നേരത്തെ ഈ എടുക്കുമ്പോ ഒന്നും കാരണം കുത്തിവെച്ച് ഇതിന് വേറെ എപ്പോഴെടുക്കുന്ന അറിയാം. ഈ മരവിപ്പൊക്കെ അങ്ങോട്ട് ഇതുപോലെ പലതും മരവിപ്പിച്ച് വെച്ചേക്കില്ല. ഇതുപോലെ പലതും എന്ത് ചെയ്തിരിക്കുക. ഒരു വിഷയം വരണം, അപ്പോഴാണ് ഉള്ളിൽ കിടക്കുന്ന സകല കോപം എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് എന്ത് ചെയ്യുന്നു. നിങ്ങളാ വാചകം മറന്നുപോകരുത്. കർത്താവ് പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്ന സഹോദരനോട് കോപിക്കുന്നവനല്ല. ഈ സഹോദരൻ എന്ന വാക്കിനെ 2 രീതിയിൽ വ്യാഖ്യാനിക്കാം. അത് ബ്ലഡ് റിലേഷൻ ആകാം, ദൈവമക്കളുടെ കമ്മ്യൂണിറ്റി ആകാം, ദൈവമക്കൾ സഹോദരൻ രീതി പറയാം, അങ്ങനെയാകാം. ഈ കർത്താവ് അങ്ങനെ ഒരു കോപം നിങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ആരെ മാറിയ അതുകൊണ്ട് സംഭവിക്കുന്നത് ന്യായാധിപ സംഘത്തിന് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ന്യായവിധിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആരായി മാറും. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിതൊക്കെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഗീതഭാഷണം എന്ന ക്ലാസ് തുടങ്ങിയ സമയത്ത് ആദ്യം പറഞ്ഞൊരു സെന്റൻസ് ഞാൻ ഇപ്പോൾ ഒന്നും കൂടെ ഓർക്കുക. അന്ന് ഞാൻ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാനുഷ്യം അനുസരിക്കാൻ
പക്ഷെ ഇതൊക്കെ അനുസരിക്കുന്ന ഒറ്റ ക്രൂവാണ് ദൈവത്തിന്റെ ക്രൂവാണ്. ദൈവത്തിന്റെ ക്രൂവാണ്. വലിയ പ്രവചനം പറഞ്ഞില്ല, വലിയ പ്രവർത്തനം പ്രാർത്ഥിച്ചില്ലേ. കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട, കർത്താവേ അങ്ങ് പറയുന്ന ഫലമുള്ളവരായി ജീവിക്കാൻ സഹായിക്കണമേ. പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതം ധന്യമായി. സെറ്റിൽഡ് ആയ കോപങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ സെറ്റിൽഡ് ആയ കോപം ഉണ്ടെങ്കിലുള്ള പ്രശ്നം എന്നറിയാം. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, ആ സംസാരിക്കുന്ന ആളോട് കൂടെ നമ്മുടെ വേർഡ്സ് ഭയങ്കര ഹാർഷായിരിക്കും, ഭയങ്കര ഹാർഷാണ്. പിന്നെ നമ്മള് ഈ കത്തി കുത്തി കേട്ടുന്ന പോലുള്ള വാക്കുകൾ ആയിരിക്കും. കത്തി കുത്തിയത് വേദനയുണ്ടോ? വേദനയുണ്ട്. ചില വാക്കുകൾ ഇതുപോലെ. അതാ ഞാൻ പറഞ്ഞത്, കൊല എന്ത് ചെയ്യുക? കഥ പറയാ ന്യായവിധിക്ക് എന്ത് ചെയ്യും? എന്നിട്ട് നോക്കി അടുത്ത വാക്യം നോക്കി, സഹോദരനോട് നിസ്സാര. ആ വാക്കോടെ നിൽക്കണം, നിസ്സാര. ഈ നിസാര എന്ന വാക്ക് നിങ്ങൾ ഇംഗ്ലീഷുകളൊക്കെ വായിക്കുമ്പോൾ അവിടെ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, റാഖ എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. റാഖ അത് ഒരു അറാമിക് ടേമ എന്ന് പറഞ്ഞാൽ അരാമ്യ ഭാഷ ഉപയോഗിക്കുന്ന ഒരു ടേമ. അവഹേളനത്തിന് നമ്മൾ ഒരാളെ അവഹേളിക്കുന്നില്ലേ, ആ അവഹേളനത്തിന് ഉപയോഗിക്കുന്ന ഒരു അരാമിക് പദമാണ് റാഖ. എന്താണ് റാഖ? റാഖ എന്ന പദം. അവഹേളിക്കുക എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ മനസ്സിലായിരുന്നു. നമ്മളെ അവഹേളിച്ചു വിടുക എന്ന് പറയുമ്പോൾ ആ വാക്ക് മനസ്സിലാവും. ഈ ആ അവഹേളനത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് എന്ന് പറയുന്നത് റാഖ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ റാഖ എന്ന പദത്തിന് അത് അറാമിക് ടൈമിലാണ്, അറാമിക് ഭാഷയിലാണ്. അതിന് കൃത്യമായ ഒരു ട്രാൻസ്ലേഷൻ ഇല്ല. അതിനെ മറ്റു ലാംഗ്വേജിലോ ട്രാൻസ്ലേറ്റ് ചെയ്ത ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം പോലും എന്ത് ചെയ്തില്ല. അപ്പൊ മലയാളത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ല പദം നിസാര എന്ന പദം. പക്ഷെ ആ നിസാര എന്ന പദം എന്ത് ചെയ്തില്ല, ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥത്തെ എന്ത് ചെയ്തില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷകൾക്കും പരിമിതി, എല്ലാ ഭാഷകൾക്കും. ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ നേരത്തെ പറയാറുണ്ട്, നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും രണ്ട് വഴക്ക് പറയണമെന്ന് അല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടണമെന്നുണ്ടെങ്കിൽ മലയാളികളോട് ഞാൻ പറയാറുണ്ട്, മലയാളത്തിൽ പറഞ്ഞാല് ആ ഭാഷ ഹൃദയം അതുപോലെ തീരുന്നത്. അപ്പോഴാണ് നമ്മുടെ എക്സ്പ്രഷനും നമ്മുടെ ഹൃദയം മൊത്തം. എന്നാൽ ഞാനത് പറയാം, നിങ്ങളത് ഇംഗ്ലീഷിലെ പറയാമെന്ന് പറഞ്ഞാൽ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും വശമില്ലാത്ത ഒരാളാണെങ്കിൽ, ഇനി എത്ര അറിയാവുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും ആ ഉള്ളത് പുറത്തോടെ എന്ത് ചെയ്യത്തില്ല. ചിലപ്പോൾ ആ ദേഷ്യം മൊത്തം ചെയ്യും. കാരണം എന്നെ സംഭവം ഭാഷകൾക്ക് പരിമിതിയുണ്ട്, എല്ലാ ഭാഷയ്ക്കും എന്തുണ്ട്. കർത്താവിന്റെ പീഡനത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു പദം അരാമിക് പറയുന്നുണ്ട്. ഏതാ? എലോലി ലമ്മ. എന്താ വാക്കിന്റെ അർത്ഥം? പറഞ്ഞേ, എന്റെ ദൈവമേ നീ എന്നെ. ഏത് വൈകുന്നേരത്തും ആ വാക്ക് അതുപോലെ എഴുതുന്നമ്മ അതുപോലെ എന്ത് ചെയ്തിരിക്കുക. എന്നിട്ട് ബ്രാക്കറ്റിലാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട് എല്ലാ വൈകുന്നേരത്തും അങ്ങനെ എഴുതിയിരിക്കുന്നത്? കാരണം കർത്താവ് സഹിച്ച ആ പീഡനത്തെ അത് അതുപോലെ കിട്ടണമെങ്കിൽ വേറെ ഏത് ഭാഷകൾ തർജ്ജമ ചെയ്താലും എന്ത് ചെയ്തില്ല, അതുപോലെ ആകത്തില്ല. ആ ആന്റണി അതുപോലെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രസന്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ആ വാക്ക് എന്ത് ചെയ്തു എന്ന് പറയുന്ന പോലെ തന്നെ അവഹേളനത്തിന് ഏറ്റവും ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് എന്ന് പറയുന്നത് റാഖ എന്ന. അതിന് മറ്റു ഭാഷകളിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ യഥാർത്ഥമായ ആ ഒരു അർത്ഥത്തിന്റെ ഡെൻസിറ്റി നമുക്ക് എന്ത് ചെയ്തില്ല. ഇന്ന് നല്ലൊരു പദമാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞത് നിസാര എന്ന. പക്ഷെ ഞാൻ പറയുന്ന വാക്കിനെ നിങ്ങൾ അതിനെ അർത്ഥമാക്കാൻ, അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുക. ഈ വാക്കിനെ ഒന്നും കൂടെ കുറച്ചും കൂടെ പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാവുന്നൊരു പദമുണ്ട് ഇംഗ്ലീഷില്. ആ പദം ഇഡിയറ്റ് എന്ന പദം കേട്ടിട്ടുണ്ടല്ലോ. ഇത് ഞാൻ അന്ന് പറഞ്ഞതാ, ഇഡിയറ്റ് എന്ന്.
ഞാൻ പറഞ്ഞതാ ഈ അർത്ഥത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അതിനെ വേറെ ഇത് തെറ്റിദ്ധരിക്കരുത്. ഇഡിയറ്റ് എന്നത്, ഈ ഇഡിയറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗുഡ് ഫോർ നത്തിങ്. ഒന്നിനും ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ വിഡ്ഢിയായി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വിഡ്ഢിയായി. ഈ ഗുഡ് ഫോർ നത്തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന ബുദ്ധിഹത്യ എന്ത് ചെയ്യും? അവനെ ഒന്നിനും അപ്പൊ അവനെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് കാണുമ്പോഴാണ് നമ്മൾ അവനെ എന്ത് ചെയ്യുന്നത്? മാറ്റി എന്ത് ചെയ്യുന്നത്? അങ്ങനല്ലേ അവിടെ കഥ പറയുക, നീ അങ്ങനെ ഒരാളെ ചെയ്താൽ അടുത്ത പദം എന്താ? ന്യായാധിപതി സഭയുടെ മുൻപിൽ എന്ത് ചെയ്യണം? നിൽക്കേണ്ടി. ചിലരിരിക്കുന്ന അവര് മാത്രം മിടുക്കന്മാരാണ്, ബാക്കിയുള്ളവരാരും. നമ്മൾ ആരെങ്കിലും അങ്ങനെയൊക്കെ അവഗണിച്ചാൽ നമ്മൾ എവിടെ നിൽക്കും? ബുദ്ധിഹത്യ ചെയ്താൽ നീ ഓൾറെഡി എന്ത് ചെയ്യുന്ന? നീ അവനെ ഗുഡ് ഫോർ നത്തിങ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കൊല എന്ത് ചെയ്തു? അവന്റെ ബുദ്ധി എന്ത് ചെയ്തു? അവൻ ന്യായാധിപതി സഭയുടെ മുന്നിൽ എന്ത് ചെയ്യും? അവിടെ നിർത്തി ആ ഭാഗം. അടുത്ത പദം പറയുകയാണ് മൂട എന്ന്. അല്ലെങ്കിൽ മൂലഭാഷ ഉപയോഗിച്ച മോറോസ് എന്ന പദമാണ്. അതിന്റെ അർത്ഥം സ്റ്റുപ്പിഡ്. ആ പദം കേട്ടില്ലേ? സ്റ്റുപ്പിഡ്, ഫൂൾ, ഡൾ എന്ന് പറഞ്ഞാൽ മന്ദ ബുദ്ധി. നമ്മൾ പറയാറില്ലേ മന്ദ ബുദ്ധി, മാണ്ടൻ, വിഡ്ഢി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിന്റെ അർത്ഥം ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ ഹത്യ എന്ത് ചെയ്യുക? നമ്മള് അപ്പൊ രണ്ട് കാര്യം. ഒന്ന്, ബുദ്ധി എന്ത് ചെയ്യുന്നു? ഹത്യ ചെയ്യുന്നു. രണ്ട്, സ്വഭാവത്തെ എന്ത് ചെയ്യുന്നു? ഹത്യ ചെയ്യുക. നീ അങ്ങനെ ചെയ്താൽ മൂട എന്ന് പറഞ്ഞാലോ എന്ത് ചെയ്യുക? ഇനി നമുക്ക് ഒരുമിച്ച് ഒന്ന് ശോധന ചെയ്യണം. ആരൊക്കെ സ്വർഗത്തിൽ പോകുന്നു? ആരൊക്കെ? എന്താണെങ്കിലും ഞാനിത് കോട്ടയത്ത് നിന്ന് വന്നതല്ലല്ലോ. ഇത് തിരുവചനം കർത്താവ് നമുക്ക്, ഞാനത് നിങ്ങളെ മുൻപിൽ വായിച്ചു വെക്കുന്നതുകൊണ്ടല്ല ഞാൻ ഈ പറയുന്ന മൊത്തം. അങ്ങനെ ചെയ്താൽ നീ എന്ത് ചെയ്തെന്ന? പിന്നെ 23-ാമത്തെ വാക്യത്തിൽ പറയുക, ആകയാൽ നിന്റെ, ശ്രദ്ധിച്ചണേ, സെറ്റിൽഡായ കോപം നിന്റെ അകത്തുണ്ടെങ്കിൽ, എന്നെ നോക്കിയേ, സെറ്റിൽഡായ കോപം അകത്തുണ്ടെങ്കിൽ, ഒരാളുടെ സ്വഭാവത്തെ നീ ഹത്യ ചെയ്തെങ്കിൽ, ഒരാളുടെ ബുദ്ധിയെ നീ ഹത്യ ചെയ്തെങ്കിൽ, ആദ്യം ചെയ്യേണ്ടത് ദൈവസന്നിധി വരുമ്പോൾ നീ ആദ്യം നിരപ്പ് പ്രാപിക്കാതെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ ദൈവം എന്ത് ചെയ്യത്തില്ല. 23-ാം വാക്യം എങ്ങനെ നോക്കി? ആകയാൽ. എന്താ കാരണം? ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. അകത്ത് സെറ്റിൽഡായ, 2 മൂടായെന്ന് വിളിച്ചാൽ, നിസാരായെന്ന് വിളിച്ചാൽ, ഇങ്ങനെ നീ ആകിയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, വഴിപാട് കഴിക്കുന്നതിന് മുൻപ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? സഹോദരൻ എന്ത് ചെയ്യണം? പക്ഷെ അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അവിടെ ഒരു വാചകം പറയുന്നുണ്ട്, സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് എന്നോട് എന്തോ പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ആദ്യം കൂടി എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. ആ പുള്ളിക്കുന്നുണ്ടല്ലേ, പുള്ളി വന്ന് വരട്ടെ. ഞാൻ എത്ര പ്രാവശ്യം പോയി എന്ത് ചെയ്ത ഇങ്ങോട്ട് വന്ന്. പക്ഷെ കർത്താവ് പറയും അങ്ങനല്ല. നിനക്ക് ഓർമ്മ വന്നാൽ ആദ്യം നീ എന്ത് ചെയ്യാം? അങ്ങോട്ട് ചെന്ന് എന്ത് ചെയ്യാം?
ഇനി ഇതിനെ മറ്റൊരു മറുവശങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മറുവശങ്ങൾ പറയാം. മറുവശം എന്നാ ചോദിച്ചാൽ ചിലരുടെ വീക്ക്നെസ് ആണ്. എപ്പോഴും ഇങ്ങോട്ട് ക്ഷമ ചോദിക്കുമ്പോൾ അവരുടെ വിചാരം ഞാൻ വലിയ അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ ശബ്ദം ഓൺലൈനിൽ ഇവിടെ കേൾക്കുന്നത് ഓർത്ത് കേൾക്കുക. അത് നിന്റെ മിടുക്കായി നീ കാണരുത്. പ്രമാണത്തോടുള്ള കൂറാണ് ഗതിയാണ്. ഞാൻ പറഞ്ഞ ആഴം മനസ്സിലാക്കി നിൽക്കുക. അപ്പൊ ഇങ്ങോട്ട് വന്നെല്ലാം എന്ത് ചെയ്തോട്ടെ. പിന്നെ വേറെ കുറെ ആൾക്കാരുണ്ട് ഉള്ള പ്രശ്നം മൊത്തം ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഉള്ള സോഷ്യൽ മീഡിയ മൊത്തം എന്ത് ചെയ്യും. എനിക്കറിയാവുന്ന ഒരാളുണ്ട് ഉള്ള പ്രശ്നം മൊത്തം ഉണ്ടായി എന്നിട്ട് അവനെ സ്റ്റാറ്റസ് ഇടുന്നു ഞങ്ങളൊന്നും ഇല്ലേ എന്നുള്ള രീതിയിൽ. കുഴപ്പം മൊത്തം മറ്റുള്ളവരാണ്. ഞങ്ങളൊന്നും കുഴപ്പം മൊത്തം ഇവിടെ കർത്താവിന്റെ ആത്മാ പറയുക അങ്ങോട്ട് ഇന്ന് എന്ത് ചെയ്യും. വഴിപാട് കഴിക്കുന്നതിന് മുൻപ് ഒന്നാമത് ചെന്ന് സഹോദരനോട് എന്ത് ചെയ്യുക. അടുത്തത് പിന്നെ നിന്റെ വഴിപാട് എന്ത് ചെയ്യുക. ഞാൻ ഇതിനകത്തിരിക്കുന്ന ദൈവങ്ങളോടും കേൾവിട്ടുണ്ട്. ദൈവം ഒച്ചപ്പാടിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. എന്റെ വാചകം കേട്ടാൽ നിങ്ങൾ ദൈവം ഒച്ചപ്പാടിൽ പ്രസാദിക്കുന്ന ദൈവം മറിച്ച് ദൈവത്തിന്റെ വ്യവസ്ഥ ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് നമുക്ക് ദഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നത്. കർത്താവ് അങ്ങനെ. അപ്പൊ കുലയിലേക്ക് നയിക്കുന്ന കോപം എന്ത് ചെയ്യണം. ആ കോപ വാക്കുകളിലൂടെ എന്ത് ചെയ്യുന്നത്. പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്. നമ്മൾ പറയാറില്ലേ നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന എന്ത് ചെയ്യുന്നു. പുറത്തെന്ത് ചെയ്യുന്നു. സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക. കൊല എന്ത് ചെയ്യുക. അതുകൊണ്ട് യാക്കോബിൻ ലേഖനത്തിൽ 3-ാം അധ്യായത്തിലേക്ക് കടന്നിട്ട് എടുക്കണ്ട. അവിടെ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. കുതിര വലിയ ശക്തിയുള്ള മൃഗമല്ലേ, വളരെ ശക്തി. പക്ഷേ ആ കുതിരയെ കടിഞ്ഞാടുകൊണ്ട് എന്ത് ചെയ്യും. അടുത്തത് കപ്പല് വലുതാ. പക്ഷെ ആ കപ്പലിനെ നിയന്ത്രിക്കുന്ന എന്താ. ചെറിയൊരു ചുക്കാൻ. അടുത്ത വാക്യം നാവ് ചെറിയ അവയവമെങ്കിലും വലിയ വമ്പന്ത് ചെയ്യുന്നു. അതേപോലെ നാവ് ചെറിയ വലിയ കാടെന്ത് ചെയ്യുക. ഈ നാവ് നമ്മുടെ വായിക്കാത്ത ദൈവം ഫിറ്റ് ചെയ്തപ്പോഴേ ഈ നാവോട് നമ്മളെന്ത് ചെയ്യുക. ഇതെല്ലാം പാവം ചെയ്യുക. യാക്കോബിൻ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാടിടാതിരുന്നാൽ താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ തന്റെ ഭക്തി വ്യർത്ഥമാണ്. തന്റെ ഹൃദയത്തെ അവൻ എന്ത് ചെയ്യുക. വഞ്ചിക്കുക. അപ്പൊ ഒരു യഥാർത്ഥ ഭക്തന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ. എന്തിനെ കടിഞ്ഞാടില്ല. ആത്മീയനെ തിരിച്ചറിയുന്നത് ആരാധനാലയത്തിനകത്താണ്. അന്യഭാഷ പറയുന്നതിനകത്താണ്. ഇതൊക്കെ പുറത്തു വരും. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാവിലൂടെ എന്ത് ചെയ്യാൻ പറ്റും. ജീവിതത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും. തിരിച്ചറിയാൻ. ഞാൻ കോളേജിൽ ചാപ്പലിലും ഇവിടെയും ദൈവസഭയിലെ ദൈവം അയക്കുന്നതൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആരാധന സഭയ്ക്കകത്ത് മാത്രമല്ല, ജീവിത ആരാധന.
ഇങ്ങനെയുള്ള സംഭവമൊക്കെ നമുക്കറിയാം. ഇനി ഇതിൽ നിന്നൊക്കെ നമ്മൾ എപ്പോഴും രക്ഷപ്പെടുന്ന അറിയാം. തിരുമേശം നമ്മുടെ മുമ്പിൽ ഉള്ള സമയത്ത് ഒറ്റ പ്രാർത്ഥനയാണ്, കർത്താവേ, ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് എന്ത് ചെയ്യണം? ദൈവത്തോടും മനുഷ്യരോടും പറയാൻ തന്നെ അറിയാവുന്നതൊക്കെ പാചകം ചേർന്ന് പറഞ്ഞു. എന്താണ് കാണാൻ പറയുന്ന പാചകത്തില്ലേ? ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ അത് കഴിഞ്ഞു. അതും അന്നേരം കൊണ്ട് നമുക്ക് ഇപ്പം വന്നോന്ന് അതിനും പേടിയില്ലാതെ നമ്മുടെ ക്ഷമയോടൊക്കെ ആ സമയമുണ്ട്. പക്ഷെ കർത്താവ് പറയും അങ്ങനല്ല. ദൈവസന്നിധിയിൽ നാം വഴിപാട് കഴിക്കാൻ വരുന്ന മുമ്പ് ആദ്യം നാം ചെയ്യേണ്ടത് എന്താ? നാം എന്ത് ചെയ്യണം? ഞാനതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതിന് ആദ്യം അല്പസമയം ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാൻ സമയം എടുക്കുന്നതിന്റെ ഒരു കാരണം, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമ്മളുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണം, നിങ്ങൾക്ക് പ്രശ്നം, നമ്മളെല്ലാവരും പ്രശ്നം ഉണ്ടാകണം. പക്ഷെ ഓരോ നിമിഷവും നാം വിശുദ്ധിയോട് ആരുടെ ചെയ്യണം? ദൈവസന്നിധിയിൽ നാം എന്ത് ചെയ്യണം? ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മക്കൾ അപ്പനോട്, അപ്പൻ മക്കളോട്, എല്ലാവരും എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? ദൈവമക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? നിരപ്പ് എന്ത് ചെയ്യണം? നമ്മളൊക്കെ ചെന്ന് പറയാറുണ്ട്, ഞാൻ ആരോട് ക്ഷമിക്കാം, എങ്കിലും അദ്ദേഹത്തിന് മാത്രം എന്ത് ചെയ്യത്തില്ല, സെറ്റിൽഡായി പോകുമ്പോൾ എന്ത് ചെയ്യാം? പാസ്റ്റർ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം എന്ത് ചെയ്യണം? പക്ഷെ അവരോട് മിണ്ടാൻ മാത്രം എന്നോട് എന്ത് ചെയ്യരുത്. അതിലെ കർത്താവ് എന്ത് ചെയ്യുന്നില്ല. ഞാൻ കുറച്ചുകൂടെ പറഞ്ഞു പോയാൽ മുന്നോട്ട് പോകേണ്ടത്, ഭാര്യ തല്ലുന്ന ഭർത്താവും ഇപ്പൊ നേരെ തിരിച്ചു പോയി. ഭർത്താവിനെ തല്ലുന്ന ഇത് കഴിഞ്ഞിട്ട് ബൈബിൾ എടുക്കാൻ ഒരു മടിയും നിരന്ന് കൊള്ളണം ദൈവത്തിന്റെ ആത്മാവ് പറയും. അങ്ങോട്ട് വേണ്ടി തന്നാനുള്ളതല്ല കുടുംബജീവിതം. അതിന്റെ അർത്ഥം ഇടർച്ചകളും പ്രശ്നങ്ങളും വരത്തില്ലെന്നല്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, കുടുംബജീവിതത്തിന് അങ്ങോട്ട് ഇങ്ങോട്ട് പ്രശ്നം എവിടെ ഇല്ലാത്തത്? എല്ലായിടത്തും 100% ഉണ്ടായിരിക്കും. അങ്ങനൊന്നും ഇല്ലെങ്കിൽ എന്തോ അത്രമായിട്ട് എന്നും ഞാൻ പറയാം. കാരണം നമ്മളെല്ലാം കടന്ന 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. എന്ന് പറഞ്ഞ 24 അടി ഉണ്ടാക്കുന്ന നല്ല ഇല്ല. അങ്ങനെ ലൈസൻസ് ആയിട്ട് നിങ്ങളാരും കാണരുത്. അപ്പോഴത്തേക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എന്ത് ചെയ്യും? അത് അന്നേരം പറഞ്ഞ് ഇവിടെ എന്ത് ചെയ്യുക? അവിടെ എന്ത് ചെയ്യുക? തീരുക. തീർത്തില്ലെങ്കിലായിരുന്നു ഞാനിതൊന്നും നിങ്ങളോട് വേണ്ടി പറയേണ്ട ആവശ്യമില്ല. വർഷങ്ങളുടെ കുടുംബജീവിത പാരമ്പര്യം എങ്കിലും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇതെല്ലാം ബാധകം. ചില സമയങ്ങളിൽ ഞായറാഴ്ച ആരാധനയാണ്, എന്തൊരു മൗനം. കാരണം വീട്ടിൽ അടി ഉണ്ടാക്കിയിടണമെന്ന് ഒന്നുമില്ല, അന്ന് അടി ഉണ്ടാക്കിയിരിക്കും. ഒന്നുമില്ലേലും ഞാൻ പലപ്പോഴും പറയാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ശനിയാഴ്ച രാത്രി കണ്ടപ്പോഴും വിട്ടരുത്. ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് വന്നിട്ട് പക്ഷെ അതിനകത്ത് അതും അകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നേ ചേർത്തോണ്ട് ശനിയാഴ്ച രാത്രിയിലെ പ്രശ്നം വന്നിട്ട് എന്നിട്ട് ഞായറാഴ്ച വന്ന് കുത്തി തീർത്ത് ആരാധന സകലം കൊണ്ടുത്തി. കാരണം വഴിപാട് അർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാം ചെയ്യണം. ഇത് വളരെ അത്യാവശ്യം. കർത്താവ് കണ്ടിരിക്കുക. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇല്ലെങ്കിൽ അവിടെ കർത്താവ് പറയുക, നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയുള്ളപ്പോൾ തന്നെ വേഗത്തിന് അവരോട് എന്ത് ചെയ്യുക? നിന്നോട് കൂടെ ഉള്ളപ്പോൾ നീ എന്ത് ചെയ്യണം? ഈ യോഹന്നാന്റെ ഈ ലേഖനങ്ങൾ പഠിക്കുമ്പോഴേ
ഈ സഹോദരനോടുള്ള ബന്ധത്തിൽ നടക്കാത്തവൻ ഇരുളിൽ എന്ത് ചെയ്യുന്ന അങ്ങനെ നമ്മൾ ദൈവമായിട്ട് ഭയങ്കര ബന്ധമാണ്. ഇവിടെ സഹോദരന്മാരോട് കൂട്ടു സഹോദരന്മാരോട് അതന്നെ ഇവിടെ പറയുന്നത്. സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെയൊന്നും അല്ലേ, ബാക്കി അങ്ങനെയൊക്കെ ആണോ നോക്കിയേ. 1 യോഹന്നാന്റെ ലേഖനം 2 അധ്യായം 9-10 വാക്യങ്ങൾ നോക്കി. അവിടെ ഇങ്ങനെ പറഞ്ഞു, വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് സഹോദരനെ പയക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം എന്തിരിക്കുന്നു. വാക്യത്തിന് വിവരണം വേണ്ടല്ലോ. അടുത്ത വാക്യം 3:15 നോക്കി. സഹോദരനെ പയക്കുന്നവനെല്ലാം വാക്ക് അണ്ടർലൈൻ ചെയ്യണ്ട കണ്ടോ, കുലപാതകൻ ആകുന്നു. യാതൊരു കുലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? സഹോദരനെ പയക്കുന്നതിന്റെ ആരാ? അവനുള്ള നിത്യജീവനുണ്ടോ? ബൈബിൾ എടുക്കുന്ന നമ്മന്ന് പോട്ടെ. 4:20 നോക്കിയേ. 4:20 പറയുന്നില്ല, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ആരാണ്? സത്യം പറഞ്ഞ മത്തായി സുവിശേഷം എഴുതിയപ്പോ കവളാറ്റുകാരനെ വിളിച്ചിട്ടുണ്ട്. യോഹന്നാൻ പറയാം അവനെ പോലെ കള്ളൻ. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ എന്ത് ചെയ്തല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് എന്ത് ചെയ്തിരിക്കുക. യോഹന്നാൻ ലേഖനത്തിൽ 3 സ്ഥലങ്ങളെ വാക്കി ഞാൻ പറഞ്ഞു. 1 യോഹന്നാൻ 2:9-10, 3:15, 4:20. ഈ വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് സഹോദരനെ സ്നേഹിക്കാത്തവൻ കള്ളൻ. അവൻ യഥാർത്ഥത്തിൽ ആരെ സ്നേഹിക്കുന്നില്ല, ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല. അപ്പൊ ദൈവത്തെ സ്നേഹിക്കാത്തതിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കൂ. ഇത് തന്നെയല്ലേ സുവിശേഷ കർത്താവ് പറയുന്നത്. വഴിപാട് അർപ്പിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? പ്രതിയോഗി നിന്നോട് കൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ എന്ത് ചെയ്യുക? അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ ചേവകനെ ഏൽപ്പിച്ചിട്ട് നീ തടവിലെന്ത് ചെയ്യും? അടുത്ത പദം, ഒടുവിലത്തെ കാശ് തീരുവോളം നീ അവിടെ നിന്ന് എന്ത് ചെയ്തില്ല, പുറത്തു വരികയില്ല എന്ന് ഞാൻ ഒറ്റ വാചകം പറഞ്ഞ ആ ഭാഗം. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ദൈവത്തോട് എന്ത് ചെയ്തോളാം പറഞ്ഞെന്ന് തീർത്തോളാം. എല്ലാം അങ്ങനെ ഞാൻ ദൈവത്തോട് പറഞ്ഞ് ഞാൻ എന്റെ ദൈവത്തോട് പറയുന്നോട് ദൈവത്തോട് ക്ഷമയൊക്കെ ചോദിച്ച് തീർത്തോളാം എന്ന് പറയാറുണ്ട്. പക്ഷെ ദൈവവചനം അങ്ങനെ ഉദ്ദേശിക്കുന്നു. ദൈവവചനം പറയുന്നത് ഇതൊരു കൂട്ടായ്മ ബന്ധമാണ്. ഇതൊരു കൂട്ടായ്മ ബന്ധം. ഇതൊരു കൂട്ടായ്മ. ഈ ബന്ധം നമ്മുടെ കൂട്ടു സഹോദരങ്ങളുമായി നമുക്ക് കൃത്യമായ ഒരു ബന്ധമില്ലായെങ്കിൽ ദൈവവചനം അനുശാസിക്കുന്നത് അവിടെ ദൈവത്തോട് എന്തില്ല, സ്നേഹം ഇല്ല. ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, അങ്ങനെ ഒരു ബന്ധം നമ്മുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ ഐക്യത ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഐക്യത ഓട്ടോമാറ്റിക്കലി ഐക്യതയുള്ളത് ദൈവമാണ്. ഇപ്പം പലപ്പോഴും പലതും മെക്കാനിക്കലായി മാറി. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളും പറഞ്ഞത്, ദൈവസാന്നിധ്യം നമ്മുടെ കൂട്ടായ്മകൾ അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ വരുന്നത് എന്താ? വ്യർത്ഥമാണ്. ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ യഥാർത്ഥമായ കൂട്ടായ്മയ്ക്കകത്ത് സ്നേഹം ചെയ്യണം. സ്നേഹമുണ്ട്, ഐക്യതയുണ്ട്. ഐക്യത ഉള്ളത് ദൈവമാണ്. രാത്രി ദൈവവചനം കേൾക്കുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്, കർത്താവേ
ഞങ്ങളുടെ കൂട്ടായ്മ അങ്ങനെ മാറും. അതോടൊപ്പം പ്രാർത്ഥിക്കേണ്ട ദൈവമക്കളുടെ എവിടെല്ലാം കൂട്ടായ്മയുണ്ടോ സകല അനൈക്യതകളെ ദൈവാത്മാവ് മാറ്റാൻ പാടില്ല. കാരണം കാലമൊന്നും അധികമൊന്നും ഇല്ല. ദൈവം ഒരു ശേഷിപ്പിനെ എഴുന്നേൽപ്പിക്കുക നമ്മൾ അതിനകത്ത് കാണണമെന്ന് എത്ര പേർക്ക് രാത്രി ആഗ്രഹമുണ്ട്. ഞാൻ ദൈവമക്കളോട് പറയുന്ന പോലെ ഈ വചനത്തിന്റെ ഇതിലേക്ക് ആളുകളൊക്കെ അറിയിക്കാൻ മാത്രം പറയാം, അതനുസരിക്കുമ്പോൾ ഇത് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ കൂടുതൽ അടി എന്ത് ചെയ്യും? അതുകൊണ്ട് കർത്താവ് പറയുക, കുല എന്ത് ചെയ്യരുത്, നാമോട്ട് എന്ത് ചെയ്യരുത്, നിസാരായിട്ട് വിളിക്കരുത്, മൂടായിട്ട് വിളിക്കരുത്, സെറ്റിലായി പോകുമ്പോൾ നടക്കരുത്. നിനക്ക് സമയം കിട്ടുന്ന ആ സമയത്ത് അത് തീർക്കാൻ കിട്ടുന്ന സമയത്ത് നീ എന്ത് ചെയ്യുക? സെറ്റിൽ ചെയ്യുക. അല്ലെങ്കിൽ ഒരിക്കലും ആ ന്യായാധിപ കർത്താവിന്റെ നമുക്ക് രക്ഷപ്പെടാനും ചെയ്യുന്നില്ല. കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടായ്മയ്ക്ക് അവർക്ക് സ്നേഹം എന്ത് ചെയ്യണം? വേഗത്തിൽ രണ്ടാമത്തെ കാര്യം കൂടെ പറഞ്ഞ് 5 മിനിറ്റ് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ കാര്യം 27, 30 വാക്യങ്ങളാണ്. അവിടെ നമ്മൾ കാണുന്നത് വ്യഭിചാരം എന്ത് ചെയ്യരുത്. ആ വാക്യം വാക്യം 27, 30 വാക്യം. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലംകണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്ന നിനക്ക് പ്രയോജനമത്രേ. വലങ്കയിൽ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്ന നിനക്ക് പ്രയോജനമത്രേ. അടുത്ത് നമ്മൾ കാണുന്നത് വ്യഭിചാരം എന്ത് ചെയ്യരുത്. ഒന്നാമത്തെ കൽപ്പന കുല എന്ത് ചെയ്യരുത്. അതിനെ നമ്മൾ എങ്ങനെ കർത്താവ് പഠിപ്പിച്ച് നമ്മൾ കണ്ടു. 27 മുതൽ അടുത്ത പ്രമാണത്തെ പോലെ വ്യഭിചാരം എന്ത് ചെയ്യരുത്. കുല 6ാമത്തെ ആണെങ്കിൽ വ്യഭിചാരം 7ാമത്തെ. 10 കൽപ്പനകളിൽ 7ാമത്തതാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഈ ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ. വ്യഭിചാരം അവിശ്വസ്തത ചെയ്തെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ. അവിടെ നിങ്ങൾ കാണാം, പ്രവൃത്തി ചെയ്യണം. കൊല ചെയ്ത പോലെ പ്രവൃത്തി ചെയ്ത പോലെ തന്നെ വ്യഭിചാരം ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ. എന്നാൽ പുതിയ കഥാവിടെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയുകയാണ്, ഞാനോ നിന്നോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുക. അതിന്റെ അർത്ഥം ഒരു സ്ത്രീയോടോ, സ്ത്രീ എന്ന് പറയുമ്പോൾ തിരിച്ചുകൊണ്ട് സ്ത്രീ പുരുഷനെയോ ഈ ഒരു രീതിയിൽ കണ്ടാൽ, നോക്കിയാൽ, ഹൃദയത്തിൽ അങ്ങനെ തോന്നലുണ്ടായാൽ എന്ത് ചെയ്യുന്ന മോഹം ഗർഭം ധരിച്ച അവൻ നമ്മുടെ മോഹം എതിരെ കൊണ്ട് എത്തിക്കുന്നത്. ഒരു സ്ത്രീയോടോ പുരുഷനോടോ നമുക്കകത്തുണ്ടാകുന്ന ചിലപ്പോൾ നാളുകൾ കൊണ്ട് നടക്കുന്ന അവസാനം എന്തായി മാറുന്നത്? വിചാരമായി എന്ത് ചെയ്യുന്നത്? അത് പാപമായി എന്ത് ചെയ്യുന്നത്? കഥ വളരെ വ്യക്തമായി പറയുക. അങ്ങനെ ഒരു സ്ത്രീയെ പുരുഷനെ എന്ത് ചെയ്യരുത്. ഇത് പലരും പറയാറുണ്ട്, ഇത് വിവാഹം കഴിക്കാത്തവർക്ക് വേണ്ടിയ. ചുമ്മാ വിവാഹം കഴിച്ചാലും കഴിച്ചില്ലേലും എല്ലാവർക്കും ഒരുപോലെ. വിവാഹം കഴിച്ചവരാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാറുണ്ട്, ഒരു കാര്യം പറയാറുണ്ട്. പശ്ചാത്തലം വേറെയാണ്ട് ദൈവത്തിന് ഉള്ളത് കൊണ്ട് ഒരു വാക്യം വായിക്കുന്നുണ്ട് ഇല്ലേ? ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? തൃപ്തിപ്പെടുക. പശ്ചാത്തലം വേറെയാണ്. ഇബ്രാഹിം 13:5 നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക?
ഞാൻ പറയാം, വീണ്ടും പറയാം, പശ്ചാത്തലം വേറെയാണ്. പക്ഷെ അങ്ങനെ വാക്യം ഇതുമായിട്ട് കണക്റ്റഡ് അല്ല. പശ്ചാത്തലം വേറെയാണ്. ദ്രവ്യാഗ്രഹം പാടുന്ന പറഞ്ഞു വന്ന കാര്യം പറയുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം എല്ലാവർക്കും ഒരാദാമിനെ ഹവ്വയും ദൈവത്തിൽ നിന്ന്. സ്ത്രീയെ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യരുത്, പുരുഷനെ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യരുത്, ഓക്കെ. അത് ചെയ്താൽ നാം ദൈവത്തിൽ എന്ത് ചെയ്യണം? ഇവിടെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഒന്നും കൂടെ ചേർത്ത് പറയാറുണ്ട്, നമ്മുടെ വാട്സപ്പ് ചാറ്റിംഗ്, സംസാരങ്ങൾ, മറ്റുള്ളവരുടെ ഇടപാടുകൾ, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ സംസാരങ്ങൾ, ഇതിനകത്തൊന്നും ദൈവഹിതമല്ലാത്ത ഒന്നുണ്ടാകരുത്. നമ്മൾ വിശുദ്ധി എന്ന് പറയുന്ന വെള്ളക്കെട്ടിടുന്ന നല്ലതേ, വിശുദ്ധി എന്ന് പറഞ്ഞ വെള്ളസാരി ഇടുന്ന നല്ലതേ. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക് എന്ത് ചെയ്യരുത്. ചിലരുടെ പ്രത്യേകത, ഒരാൾ ഒന്ന് സംസാരിച്ച് രണ്ടാമത് ഫോൺ നമ്പർ എഴുതി, പിന്നെ അങ്ങ് യോസേഫിനെ മറന്നു പോകരുത്. യോസേഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്റെ ദൈവത്തോടും എന്റെ യജമാനോടും ഞാൻ എന്ത് ചെയ്തില്ല. സകല സന്ദർഭങ്ങളും അവൻ ഓക്കെയായിരുന്നു. ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയാറുണ്ട്, പലപ്പോഴും നമ്മൾ വിശുദ്ധരായിരിക്കുന്നതിന്റെ കാരണം പാപം ചെയ്യാൻ അവസരം ഇല്ലാഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി. പലപ്പോഴും നമ്മൾ വിശുദ്ധരായിരിക്കുന്നതിന്റെ കാര്യം എന്താ? പാപം ചെയ്യാനുള്ള ഇല്ലാഞ്ഞിട്ടാണ്. പക്ഷെ അവസരം കിട്ടിയപ്പോഴും യോസേഫ് ദൈവത്തിന് വേണ്ടി നിന്നു. അതെ യഥാർത്ഥ ആത്മീയ. ഇവിടെ കർത്താവ് പറയുക, നീ അങ്ങനെ ക്രിയ ചെയ്യണ്ട, പക്ഷെ നോക്കിയാൽ നീ എന്ത് ചെയ്യണം? നീ പാപം ചെയ്തു. നിങ്ങൾ ഇന്നത്തെ കാലങ്ങളിലേക്ക് ഒന്ന് നോക്കി, ഓരോരുത്തരുടെ കൂടെ പോകുന്നു, തിരിച്ചു വരുന്നു, മറ്റുള്ളവരെ കിട്ടുന്നു, അങ്ങനെ നടക്കുന്നു, ഏത് വഴി നടക്കുന്നു. എന്നിട്ട് ഇതിനെല്ലാം കോംപ്രമൈസ് ചെയ്യാനും നമ്മൾ നടക്കില്ല. പക്ഷെ ദൈവം അംഗീകരിക്കുന്നില്ല കേട്ടോ, ദൈവം അംഗീകരിക്കില്ല. ഞാനൊരു കാര്യം ദൈവമക്കൾ പറയാം, ലോകത്തിന്റെ ഏത് രാജ്യത്ത് പോയാലും രാജ്യത്തിന്റെ കൾച്ചറുകൾ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ദൈവമക്കൾക്ക് ഒറ്റ സംസ്കാരമുള്ള ദൈവവചനത്തിന്റെ സംസ്കാരമാണ്. ദൈവമക്കൾക്ക് ഒറ്റ സംസ്കാരമേ ഉള്ളൂ, അത് ദൈവവചനത്തിന്റെ. ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് ദേശത്തിന്റെ കൾച്ചറാണ്, പക്ഷെ നമ്മുടെ കൾച്ചർ അതല്ല. അതുകൊണ്ട് ദൈവജനത്തെ ദൈവം ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിക്കാൻ ഒരു വാചകം പറഞ്ഞായിരുന്നു, നിങ്ങൾ മിസ്രൈമിലെ ചട്ടങ്ങൾ പോലെയും നിങ്ങൾ എത്തിച്ചേരുന്ന കനാനിലെ ചട്ടങ്ങളെ പോലെയും നിങ്ങൾ അതിനെ അനുഗമിക്കരുത്. ഞാൻ നിങ്ങൾക്ക് തരുന്ന ചട്ടങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിഞ്ഞ ദൈവമക്കളിൽ ലോകത്തിന്റെ ചട്ടമല്ല നിനക്ക്. ലോകം നടക്കുന്ന പോലെ എങ്ങനെ വസ്ത്രം ഇടാനും, എങ്ങനെ നടക്കാനും, എങ്ങനെ പറയാനും, എങ്ങനെ ചിന്തിക്കാനും അല്ല ദൈവമക്കൾക്ക്. ഇതിനൊരു പ്രമാണമുണ്ട് ദൈവമക്കളെ, ഇതിനൊരു ചട്ടമുണ്ട്. ആ ചട്ടത്തിൽ ദൈവമക്കൾ നിന്നേ മതിയാ. കർത്താവ് പറയുക, നീ എന്ത് ചെയ്യുക? അങ്ങനെ മോഹിച്ചാൽ, അവളെ നോക്കിയാൽ എല്ലാം ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുക? അപ്പൊ നീക്ക് ആ വ്യഭിചാരത്തിന്റെ തുടക്കം എവിടുന്ന ഉണ്ടാകുന്നേ? ഹൃദയത്തിന്റെ. കൊലയുടെ തുടക്കം എവിടുന്ന ഉണ്ടാകുന്നേ? അപ്പൊ കർത്താവ് പറയുക, ആദ്യം മാറ്റം എവിടുന്ന? ഹൃദയത്തിൽ എന്ത് ചെയ്യാം? അടുത്ത വാക്യം നോക്കണേ, 29, 30 വാക്യങ്ങൾ നോക്കിയാൽ അവിടെ നമ്മൾ കാണുന്നത് ആ വാക്യം അങ്ങനെ ലിറ്ററൽ എടുക്കാനല്ല പറയുന്നത്. ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ. അങ്ങനെ നമ്മൾ ലിറ്ററൽ എടുത്താൽ ആർക്കും കണ്ണും കാണത്തില്ല, ആർക്കും കൈയും കാണത്തില്ല, കാലും. ഞാൻ നിങ്ങൾ പറയാ, എന്നാൽ വലം കണ്ണ് നിന്നെ കിടച്ചു വരുത്തുന്നു എങ്കിൽ അതിനെ എന്ത് ചെയ്യുക? നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങൾ ഒന്ന്. അടുത്തത്, വലം കൈ നിനക്ക് ഇടച്ചു വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എന്ത് ചെയ്യുക? നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. അതിന്റെ അർത്ഥം കയ്യോ കാലോ വെട്ടിക്കളയാനല്ല. ഇയ്യോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ കണ്ണുമായിട്ടൊരു നിയമം. കണ്ട ഉദ്ദേശിക്കുന്ന അത്രയും ഉള്ളൂ.
നമ്മുടെ അവയവങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വേണ്ടാത്തത് കാണുവാൻ, വേണ്ടാത്തത് കേൾക്കുവാൻ നമ്മുടെ കണ്ണിനെ നമ്മുടെ കാതിനെ നമ്മൾ എന്ത് ചെയ്യരുത്? നമുക്കറിയാം, നമ്മുടെ ഇരിക്കുന്നൊക്കെ ഫോണ് എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്സിൽ കിട്ടുന്നതാണ് സകല കാര്യങ്ങൾ. പക്ഷെ ഇതിനോടൊക്കെ നമ്മൾ നിയന്ത്രണം എന്ത് ചെയ്യണം? ദൈവഹിതമല്ലാത്തത് എന്ത് ചെയ്യരുത്? ചെയ്യരുത്. നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന മോഹം അത് നമ്മളെ എവിടെ നിന്ന് അകറ്റ് ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യുക? ഇനി ഞാൻ ഒറ്റ വാചകങ്ങളെ പറഞ്ഞ അവസാനിപ്പിക്കും. നിങ്ങൾ നോക്കിയേ, നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവായ യേശുവിനെ നമ്മൾ സ്വന്തം രക്ഷത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അവൻ എന്ത് ചെയ്യുക? ഈ മോഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ യേശു വസിക്കും. ഈ സെറ്റിൽഡായ കോപം നിങ്ങളുടെ അകത്തിരിക്കും, യേശു ഹൃദയത്തിൽ വസിക്കും. പിന്നെ നിങ്ങളെ ഭരിക്കുന്ന വേറെ ആത്മാവാണ്, ദൈവാത്മാവല്ല. നമ്മൾ വിശ്വസിക്കുന്നവരല്ല. യേശുവിനെ ഞാൻ സ്വന്തം രക്ഷത്തിൽ അവന്റെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്യുക? അവന്റെ ഹൃദയത്തിനകത്ത് വരിക, അവനെ കർത്താവായി മാറുക. ഈ അകത്തി മോഹവും അകത്തി സെറ്റിൽഡായി കോപം കൊണ്ട് നടന്നാൽ പിന്നെ എവിടെ കർത്താവിന്റെ സ്ഥാനം? അവർ കർത്താവിനെക്കാട്ടിലും ആ സ്ഥാനം നമ്മൾ മറ്റെന്തിനൊക്കെ എന്ത് ചെയ്യുക? കൊടുക്കുക. അത് ദൈവഹിതമല്ല. അത് കർത്താവ് പറയുക, നീ എന്ത് ചെയ്യരുത്? വിചാരം എന്ത് ചെയ്യരുത്? മോഹിക്കരുത്. ഒരു രീതിയിൽ എന്ത് ചെയ്യരുത്? അത് ചെയ്യുന്നത് എന്താണ്? തെറ്റാണ് കർത്താവ് പറയുക. ഇങ്ങനെ നമ്മൾ നീതി എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? പരീക്ഷന്മാരുടെയും ശാസ്ത്രന്മാരുടെ എന്ത് ചെയ്യുന്നത്? ഞാനതിനെ ഒന്നുകൂടെ ഈ ഒരു വാചകത്തിൽ പറഞ്ഞു. ഇവരുടെ കകത്തെല്ലാം ഇതുണ്ട്. ഈ മോഹങ്ങളൊക്കെ ഒരുപക്ഷെ എന്ത് ചെയ്യാം. പക്ഷെ പ്രമാണം ഇങ്ങനെ നിൽക്കുന്നോണ്ട് എന്ത് ചെയ്യാം? ചെയ്യാതെ എന്ത് ചെയ്യാം. അതുകൊണ്ട് ഞാൻ മറ്റൊരു സ്ഥലത്ത് റോമാലേഖനം പഠിപ്പിച്ചത് ഇങ്ങനെ പറഞ്ഞു, നിയമങ്ങൾ അത് നല്ലതാണ്, അത് വിശുദ്ധമാണ്. കാരണം ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യാം? വന്നതാണ്. അത് പക്ഷെ ഒരു നിയമങ്ങളും ഒരാളെ പോലും നീതിമാനാക്കിയില്ല. നീതിയെ സൃഷ്ടിച്ചു, പക്ഷെ ആരെ എന്ത് ചെയ്തില്ല? കാരണം എന്താണെന്നറിയാമോ? ഈ മോഹമൊക്കെ അകത്തുണ്ട്, പക്ഷെ പ്രമാണം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല? പ്രമാണം ഉള്ളതുകൊണ്ട് എന്റെ അകത്തു നല്ല വരണം. അവിടെ നമ്മൾ കാണുന്നത് നീതിമാന്മാരെ സൃഷ്ടിക്കാൻ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തത്? ആ നിയമത്തിനൊന്നും ഒരു നീതിമാന്മാരെ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാനത് അന്ന് അവിടെ പറഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ ഇന്നിങ്ങനെ പറഞ്ഞ അവസാനിപ്പിക്കാം. നമ്മളൊക്കെ ബൈക്ക് ഓടിക്കുന്നവരാ, സ്കൂട്ടർ ഓടിക്കുന്നവരാ. നമുക്കൊക്കെ ഇഷ്ടമാണ് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചാൽ എന്ത് ചെയ്യാൻ? പോകാനായിട്ട്. പക്ഷേ ഹെൽമെറ്റ് ധരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം ഗംഭീരയുടെ നിയമങ്ങളാണ്. പെറ്റിയ ആ നിയമം ഇല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ പുറത്തെത്തി. ഇത് തന്നെ ന്യായപ്രമാണത്തിൽ സംഭവിച്ചത്. അകത്ത് കോപം കൊണ്ട് കിടക്കുക, അകത്ത് സെറ്റിൽഡായി കോപം കൊണ്ട് കിടക്കുക, അകത്ത് മോഹം കൊണ്ട് കിടക്കുക. പക്ഷെ ചെയ്യാത്തതിന് കാരണമല്ല ഈ പ്രമാണം. സത്യം പറഞ്ഞ യഥാർത്ഥത്തിൽ നീതിമാന്മാരാണോ അവര്? യഥാർത്ഥത്തിൽ നീതിമാന്മാരാണോ? ഹൃദയം കൊണ്ടല്ല. ഈ പ്രമാണം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുക? പാസ്റ്റർ എന്ന് വിചാരിക്കുന്നവർ രാവിലെ 9 മണിക്ക് സഭായോഗത്തിന് കയറി വരുന്നതും സ്വമേധയെ കയറി വരുന്നതും തമ്മിൽ വ്യത്യാസം. പാസ്റ്റർ എന്ന് വിചാരിക്കുന്നവർ ഹല്ലേലൂയ പറയുന്നതും സ്വതവേ പറയുന്നതിൽ മനസ്സിലായി വ്യത്യാസം. ഞാനൊക്കെ ഈ എക്സാമ്പിൾ പറയുന്നത് നമ്മൾ വേണ്ടി താരതമ്യപ്പെടുത്തുന്നത് നമുക്ക് എളുപ്പം മനസ്സിലാകുന്നില്ല. അല്ലാതെ നമ്മളാരും കുറ്റം വിധിക്കൊന്നുമല്ല. ഞാൻ ഇതൊക്കെ എഴുതാൻ നമുക്ക് എളുപ്പം കാര്യം മനസ്സിലാകും. ആരുടെയെങ്കിലും നിർബന്ധത്തിൽ ഒന്ന് ചെയ്യുന്നത് സ്വതവേ ചെയ്യുന്ന വ്യത്യാസമുണ്ടോ? ഇതാണ് പറയുന്നത്. ഹൃദയത്തിനകത്തുനിന്ന് വന്നില്ല എങ്കിൽ എവിടെ കിടക്കില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ ഹൃദയത്തിനകത്തുന്നുണ്ട് നീതി ഉണ്ടാകുക. പ്രാർത്ഥിക്കാം. തുടർന്ന ഭാഗം നമുക്ക് അടുത്തായിട്ട് ചിന്തിക്കാം. ഇന്ന് രാത്രിയിൽ കേട്ടതുപോലെ നാവുകൊണ്ട് നമ്മൾ കൊല ചെയ്യാം. ഹൃദയത്തിനകത്ത് ദൈവികമല്ലാത്ത മോഹങ്ങൾ ഉണ്ടാകാതെ യഥാർത്ഥമായ നീതിയിൽ ചെയ്യുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ എന്റെ വാക്കുകളോട് വിശ്രമിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.